വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ BSc ബോട്ടണി 4th സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാൻ സയൻസ് എന്നുള്ളത്. അതിൽ ബയോഫിസിക്സിൻ്റെ പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്നുള്ളത്. ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ എല്ലാ തവണയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും ഈ ഒരു സ്പെക്ട്രോഫോട്ടോമെട്രീൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സൊല്യൂഷനിലുള്ള ബയോമോളിക്യൂൾസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേഷന്, അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷന്, ഐഡൻറ്റിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്നുള്ളത്. ഈ സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് നമ്മൾ ഈ ക്യാരക്ടറൈസ് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്, ആ ഒരു സൊല്യൂഷൻ എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്തു എന്ന് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എസ്റ്റിമേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ്. നമ്മുടെ ഒരു സൊല്യൂഷനിലുള്ള സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡാണ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എന്തിനെ ആശ്രയിച്ചാണ്? ബീർ-ലാംബർട്ട്സ് ലോ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിസിലാണ്? ബീർ-ലാംബർട്ട്സ് ലോൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോമോജീനസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ആയിട്ട് എന്ത് ചെയ്യും? കുറയും. എന്തിനെതിരായിട്ട്? അതായത് ആ ഒരു മീഡിയത്തിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. അതായത് മീഡിയത്തിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ ഡിക്രീസസ് ഇൻവേഴ്സ്ലി വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് ദ മീഡിയം. മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയും കുറയും. അതുപോലെ തന്നെ മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇതിനടിസ്ഥാനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രിക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ആ ലൈറ്റ് അബ്സോർബിങ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡിൽ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ലൈറ്റ് സോഴ്സായിട്ട് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാറുണ്ട്, അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാറുണ്ട്, വിസിബിൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് ഉണ്ട്. അതായത് വിസിബിൾ ലൈറ്റ് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. അവിടെ എന്താണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? വിസിബിൾ ലൈറ്റ് ആയിരിക്കും. ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. അവിടെ എന്തായിരിക്കും? ഇൻഫ്രാറെഡ് ലൈറ്റ് ആവും യൂസ് ചെയ്യുന്നുണ്ടാവുക, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ UV അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. അവിടെ എന്തായിരിക്കും? UV റേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി
സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഒരു ലൈറ്റ് സോഴ്സ്, അതായത് സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് സാമ്പിളിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആ സാമ്പിൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് എന്ന് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഒരു സാമ്പിൾ എന്ത് ചെയ്യും, കുറച്ച് ലൈറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള ലൈറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവായിട്ട് എത്രത്തോളം അതിൽ സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ഈ സാമ്പിൾ എന്ന് പറയുന്നത് പൊതുവെ എന്താണ്, ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് ഒരു സാമ്പിൾ സെല്ല് അല്ലെങ്കിൽ ചേംബറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സാമ്പിൾ സെല്ലിൽ അല്ലെങ്കിൽ ചേംബറിലായിരിക്കും ഈ ഒരു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടൈപ്പ് ഓഫ് കളറിമീറ്റർ തന്നെയാണ്. ഇവിടെ മേജറായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്, ഒരു മോണോക്രോമാറ്റർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അതിലെന്താണ്, സീരീസ് ഓഫ് സ്ലിറ്റ്സ് ഉണ്ടാവും, ഫിൽറ്റേഴ്സ് ഉണ്ടാവും, മിറേഴ്സ് ഉണ്ടാവും, ലെൻസസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു സാമ്പിൾ ചാമ്പർ, ക്യുവറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സാമ്പിൾ ചാമ്പർ ഉണ്ടായിരിക്കും. ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ട്യൂബ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ ട്യൂബ് ഉണ്ടായിരിക്കും. അതേപോലെ അടുത്തതാണ് എന്ത്, ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ. അപ്പോൾ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും, ഒരു മോണോക്രോമാറ്റർ ഉണ്ടായിരിക്കും, ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ആ ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ സീരീസ് ഓഫ് എന്തൊക്കെ ഉണ്ടായിരിക്കും, സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും, ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും, മിറേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെൻസസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ക്യുവറ്റും അതുപോലെ തന്നെ ഒരു സാമ്പിൾ ചാമ്പറും ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ ട്യൂബ് ഉണ്ടായിരിക്കും, പിന്നെ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ ഉണ്ടായിരിക്കും. ഇത്രയും 6 കമ്പോണൻസ് ആണ് ഈ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്ററിന് ഉള്ളത്. ഓക്കെ, ഇനി അതിൽ ഓരോ കമ്പോണൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനിയിപ്പോൾ ആദ്യത്തേതാണ് എന്ത്, ലൈറ്റ് സോഴ്സ്. അപ്പോൾ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ലൈറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് UV യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്, വിസിബിൾ ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ UV റീജിയനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ പ്രഷർ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡ്യൂറ്റീരിയം ലാംപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. UV റീജിയനാണ് നമ്മുടെ അബ്സോർപ്ഷൻ മെഷർമെൻറ്റിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഹൈ പ്രഷറായിട്ടുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡ്യൂറ്റീരിയം ലാംപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം എന്താണ്, 200 to 340 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന റേഡിയേഷൻസ് ആയിരിക്കും ഈ ഒരു ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ വിസിബിൾ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈറ്റ് സോഴ്സ് വിസിബിൾ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പാണ് യൂസ് ചെയ്യുക. അവിടെ ഏകദേശം എന്താണ്, ഒരു 340 to 800 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും എന്ത്, റേഡിയേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകാൻഡസെൻറ്റ് റോഡ്സ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇൻഫ്രാറെഡിൻ്റെ കേസിലാണെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സിർക്കോണിയം ഓക്സൈഡിൻ്റെ റോഡ്സ്, ഇൻകാൻഡസെൻറ്റ് റോഡ്സ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് എക്സെട്ര ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് എന്ത്, ലൈറ്റ് സോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ UV റേഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ വിസിബിളായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ആയിരിക്കും. അതിൽ ഓരോരോ സോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ UV ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡ്യൂറ്റീരിയം ലാംപ്സ് ആയിരിക്കും. വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പ് ആയിരിക്കും. മറിച്ച് ഇൻഫ്രാറെഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സിർക്കോണിയം ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡിൻ്റെ ഇൻകാൻഡസെൻറ്റ് റോഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, മോണോക്രോമാറ്റർ. മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്, മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ്. മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പല വേവ് ലെങ്ത്തിലുള്ള എമിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതിൽ നിന്ന്
ആ ഒരു പോളിക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ, അതായത് ഒരു ലൈറ്റ് സോഴ്സിൽ പോളിക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൽ പല വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു പോളിക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിന് എന്താണ് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് ഒരു മോണോക്രോമാറ്റർ ഉണ്ടായിരിക്കും. ആ മോണോക്രോമാറ്റർ എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്, ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെ മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മോഡേൺ ആയിട്ടുള്ള സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിൽ പ്രിസം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഒക്കെയാണ് മോണോക്രോമാറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലെന്താണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ മോണോക്രോമാറ്ററിന് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് എന്താ ഓപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ സീരീസ് ഓഫ് സ്ലിറ്റ്, ഫിൽറ്റേഴ്സ്, മിറേഴ്സ്, ലെൻസസിലൂടെയൊക്കെ പാസ് ചെയ്യും. അതായത് സാമ്പിളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെ നമ്മൾ സ്ലിറ്റിലൂടെയും ഫിൽറ്റേഴ്സിലൂടെയും മിറേഴ്സിലൂടെയും അതുപോലെ തന്നെ ലെൻസിലൂടെയും കടത്തി വിടുകയാണ് ചെയ്യുക. അതെന്ത് ചെയ്യിക്കും, ആ ഒരു ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കും. ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്യും, ആ ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സ്പെക്ട്രൽ പ്യൂരിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് അതിനെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് സാമ്പിൾ ചേംബർ ആൻഡ് ക്യൂവറ്റ്. സാമ്പിൾ ചേംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നറിനെ പറയുന്ന പേരാണ് എന്ത് സാമ്പിൾ ചേംബർ എന്നുള്ളത്. ഇതിലൂടെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സാമ്പിൾ എന്ത് ചെയ്യും, ആ ഒരു ലൈറ്റിൻ്റെ ഒരു പോർഷനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചേംബറിൽ ഈ ചേംബറിൽ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ട്യൂബിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഈ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ട്യൂബിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആ ട്യൂബിനെ പറയുന്ന പേരാണ് എന്ത് ക്യൂവറ്റ് എന്നുള്ളത്. ഓക്കെ, അത് ഒന്നെങ്കിൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം. ആ ക്യൂവറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ കോട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കാം എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ക്യൂവറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ യു വി ലൈറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് യു വി ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാഡ്സ് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക ക്യൂവറ്റ്സ് ആണ് യൂസ് ചെയ്യുക. യു വിക്കും അതുപോലെ തന്നെ വിസിബിൾ റീജിയൻസിനൊക്കെ നമ്മൾ ക്വാഡ്സ് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക ക്യൂവറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യു വി ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ക്യൂവറ്റ്സ് യു വി ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു സാമ്പിൾ അബ്സോർബ് ചെയ്തത് എത്രയാണ്, ഈ ഗ്ലാസ് ക്യൂവറ്റ് അബ്സോർബ് ചെയ്തത് എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യു വി യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്ലാസ് ക്യൂവറ്റ് എന്ത് ചെയ്യും, ഈ യു വി റേഡിയേഷൻ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, സാമ്പിളും അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സാമ്പിൾ അബ്സോർബ് ചെയ്ത ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ക്യൂവറ്റ്സ് യു വി റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ക്വാഡ്സ് അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്കയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ വിസിബിളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഗ്ലാസ് ക്യൂവറ്റ്സ് വിസിബിളിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് 340 മേലെയുള്ള ലൈറ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് ക്യൂവറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഡിറ്റക്ടർ എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസിനെ പറയുന്ന പേരാണെന്ത് ഡിറ്റക്ടർ എന്നുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സാമ്പിൾ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും, അത് എത്രത്തോളം ആ ഒരു സാമ്പിൾ ലൈറ്റിനെ എത്രത്തോളം അബ്സോർബ് ചെയ്തു, അതിൻ്റെ ബാക്കി മാത്രമേ എന്ത് ചെയ്യുള്ളൂ,
ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക? ആ ഒരു സാമ്പിൾ എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്തു എന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഡിറ്റക്ടറിന് എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റ് ഇൻറ്റൻസിറ്റീനെ ഇലക്ട്രിക് പൾസ് ആക്കാനുള്ള ഒരു പവർ ഉണ്ട്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ടറിനെ നമ്മൾ ഫോട്ടോ സെൽ അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്നാണ് പറയുക. PMT എന്ന് പറയും, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്നാണ് പറയുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്താണ് സ്മോൾ എനർജി ലൈറ്റ് എനർജീൻ്റെ സ്മോൾ എമൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ആംപ്ലിഫൈ ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനും ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനും ഉള്ള കഴിവുണ്ട് ഇതിന്, ഈ ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിന്. എന്നിട്ട് അതിനെ എങ്ങോട്ടേക്ക് വിടും? റെക്കോർഡറിലേക്ക് എന്ത് ചെയ്യും? ആ ഒരു സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി മോഡേൺ ആയിട്ടുള്ള സ്പെക്ട്രോമീറ്റേഴ്സിൽ നമ്മളെന്താണ് പുതിയ ടൈപ്പ് ഡിറ്റക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫോട്ടോ ഡയോഡ്സ് എന്നാണ് പറയുക. ഫോട്ടോ ഡയോഡ്സ് ആണ് പുതിയ ന്യൂ മോഡേൺ ആയിട്ടുള്ള സ്പെക്ട്രോമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് പുതിയ ഡിറ്റക്ടേഴ്സാണ്, പുതിയ ടൈപ്പ് ഡിറ്റക്ടേഴ്സാണ്. അത് നമ്മൾ ഫോട്ടോ ഡയോഡ്സ് എന്നാണ് പറയുന്നത്. ഇത് സിലിക്കൺ ക്രിസ്റ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 170 to 100 നാനോമീറ്റർ റേഞ്ചിൽ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് ഈ ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഫോട്ടോൺസിൻ്റെ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഡയോഡിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? നമ്പർ ഓഫ് ഫോട്ടോൺസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ കമ്പോണൻ്റ് ആണ് എന്ത്? പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ റെക്കോർഡേഴ്സ് എന്നുള്ളത്. പ്രിൻ്റർ അല്ലെങ്കിൽ റെക്കോർഡർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ PMT, അതായത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് ജനറേറ്റ് ചെയ്ത ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്ത് ചെയ്യും? ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഗാൽവനോമീറ്ററിൽ അല്ലെങ്കിൽ റെക്കോർഡറിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് റീഡ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻ്ററിൽ അല്ലെങ്കിൽ റെക്കോർഡറിലാണ് അത് റീഡ് ചെയ്യുന്നത്. എത്രത്തോളം അബ്സോർബൻസ് ഉണ്ടെന്ന് റീഡ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു റെക്കോർഡറിൽ വെച്ചിട്ടാണ്. മോഡേൺ ആയിട്ടുള്ള സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ എല്ലാ കമ്പോണൻസും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എന്താണ്? കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ആ ഒരു കറണ്ടിൻ്റെ റീഡിങ്, ഇപ്പോൾ നമ്മൾ ഗാൽവനോമീറ്ററിലൊക്കെ എന്താണ് നോക്കുന്നത്? എത്രത്തോളം കറണ്ട് ഉണ്ടെന്ന് റീഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ആ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം കറണ്ട് അവിടെ ഉണ്ട്. ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണലാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി എന്തിനൊക്കെയാണ് സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതായത് സ്പെക്ട്രോഫോട്ടോമെട്രി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ബ്ലഡിലുള്ള കൊളസ്ട്രോള്, പ്രോട്ടീൻസ്, ഗ്ലൂക്കോസ് അതിൻ്റെയൊക്കെ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് കമ്പോണൻസിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്, പിന്നെ നമ്മളൊരു എൻസൈം കാറ്റലൈസർ ആയിട്ടുള്ള ബയോകെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ, നമ്മുടെ എയറിൻ്റെയും വാട്ടറിൻ്റെയും സോയിലിൻ്റെയൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനൊക്കെ എന്ത് യൂസ് ചെയ്യും? നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പെക്ട്രോഫോട്ടോമെട്രി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉപയോഗിച്ചിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തിട്ട് ആ ഒരു സാമ്പിളിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ബയോമോളിക്യൂൾസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കമ്പോണൻസ് പറഞ്ഞു, 6 കമ്പോണൻസ് പറഞ്ഞു. ലൈറ്റ് സോഴ്സ് ഉണ്ട്, മോണോക്രോമാറ്റർ ഉണ്ട്, ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്, പിന്നെന്താണ് സാമ്പിൾ വിത്ത് ക്യുവറ്റ് ഉണ്ട്, പിന്നെന്തുണ്ട് ഫോട്ടോ
ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അതുണ്ട്. പിന്നെന്തുണ്ട്, പ്രിൻ്റർ അല്ലെങ്കിൽ റെക്കോർഡർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ ഉണ്ട്. അങ്ങനെ 6 കമ്പോണൻസ് ആണുള്ളത്. അതിൻ്റെ ഓരോ ഫേസസും അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അത് എന്തിലൂടെ പാസ് ചെയ്തു? മോണോക്രോമാറ്റർ എന്ത് ചെയ്യും? ഒരൊറ്റ സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെ മാത്രം ഇതിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുന്നത് മോണോക്രോമാറ്റർ. ഈ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് ഓപ്റ്റിക്കൽ സിസ്റ്റത്തിൽ സീരീസ് ഓഫ് സ്ലിറ്റിലൂടെയും ഫിൽറ്ററിലൂടെയും അതുപോലെ തന്നെ മിററിലൂടെയും ലെൻസിലൂടെയും പോയിട്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആവും അല്ലേ? ആ ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആ ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാമ്പിളിലൂടെ പാസ് ചെയ്യും. ഈ സാമ്പിളിലെത്തുമ്പോൾ അത് കുറച്ചൊരു എമൗണ്ട് ആ സാമ്പിളിനനുസരിച്ചിട്ട് അബ്സോർബ് ചെയ്യും അല്ലേ? സാമ്പിള് കുറച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യും, ബാക്കി മാത്രം എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അതെന്താണെന്ന് ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഫോട്ടോ ട്യൂബ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഈ റെക്കോർഡർ അല്ലെങ്കിൽ പ്രിൻ്ററിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എത്രത്തോളം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാക്കി എന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, ഏത് സബ്സ്റ്റൻസ് ആണെന്നുള്ളതൊക്കെ ആ ഒരു സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കറണ്ടിൻ്റെ തോതനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആപ്ലിക്കേഷനും നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം 5 മാർക്കിനുള്ള കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പോയിൻ്റായിട്ട് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ് സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്യുന്നത് എന്ന് ആദ്യം എഴുതാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബീർ-ലാംബർട്ട്സ് ലോൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ബീർ-ലാംബർട്ട്സ് ലോയിൽ പറയുന്നത് എന്നുള്ളത് എഴുതാം. പിന്നെ എന്ത് എഴുതാം? നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് എഴുതാം. ഓരോ കമ്പോണൻസിനും പ്രത്യേകത, ലൈറ്റ് സോഴ്സ് എങ്ങനെയൊക്കെയാണ്, UV, അതുപോലെ തന്നെ UV ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വിസിബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ലൈറ്റ് സോഴ്സിൽ വരുന്നത്. പിന്നെ മോണോക്രോമാറ്റർ ആകുമ്പോൾ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിനെ മാത്രം കടത്തി വിടുന്ന ആ ഒരു സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? സാമ്പിളിൻ്റെ സാമ്പിൾ നമ്മൾ ക്യുവറ്റിലായിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ആ ക്യുവറ്റിൻ്റെ പ്രത്യേകത, UVക്കാണെങ്കിൽ ഏത് ക്യുവറ്റാണ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിറ്റക്ടർ എന്ത് ചെയ്യും? നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുക. അതെന്ത് ചെയ്യാം? അതിന് മുന്നേ നമ്മൾ ഓപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ മോണോക്രോമാറ്റർ കഴിഞ്ഞിട്ട് ഓപ്റ്റിക്കൽ സിസ്റ്റമാണ്. ഓപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ പറയാം. അതിൽ സ്ലിറ്റും ഫിൽറ്ററും അതുപോലെ തന്നെ മിറേഴ്സും ലെൻസസും ആണ് ഉണ്ടാവുക. ഇതെന്താണ്? നമ്മുടെ ലൈറ്റിനെ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ എഴുതുക. പിന്നെ അത് സാമ്പിളിലെത്തുന്നു. അത് കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നമുക്ക് ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ഡിറ്റക്ടറിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡറിൽ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡറിൽ ആ ഒരു കറണ്ട്, ആ ഫോം ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആ ഒരു കറണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരു റെക്കോർഡറിൽ റെക്കോർഡഡ് ആകും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആ ഒരു കമ്പോണൻസിൻ്റെ ആ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് എന്തുള്ളത് സ്പെക്ട്രോഫോട്ടോമെട്രിയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.